ഹായ് ഗൈസ്, രാവിലെ ആവുമ്പോ നേരം വെളുക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെ, നമ്മൾ അച്ചാമ്മയെ സഹായിക്കാൻ പോകും. അച്ചാമ്മയ്ക്കാണെങ്കിൽ ആരുടെയും സഹായം വേണ്ട. ദോശയും സാമ്പാറും ഗെറ്റ് റെഡി വിത്ത് അച്ചാമ്മ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേ പോകുന്നൊരു തക്കാളി. എന്നാ പിന്നെ വെറൈറ്റിക്ക് ഒരു തക്കാളി ദോശ പിടിച്ചാലോ? സ്വല്പം വറ്റൽമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും ഇട്ട് മിക്സിയിൽ നന്നായി ഡ്രം ചെയ്യണം. അത് പിന്നെ ദോശമാവിലൊഴിച്ച് മിക്സ് ചെയ്യണം. പിന്നെ കുനുകുന അരിഞ്ഞ മല്ലിയിലയിട്ടും മിക്സ് ചെയ്യണം. അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. രാവിലെ വാർത്ത കേട്ടില്ലെങ്കിൽ പൊന്നനും അച്ചാച്ചനൊരു ഏനക്കേടാണ്. പൊന്നന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പൊന്നൻ പുളിശ്ശേരി പോലെ പൊന്നൻ ചമ്മന്തിയും ഇവിടെ സ്ഥിരമാണ്. തോനയും ചുമന്നുള്ളിയും തേങ്ങയും ഇല്ലുള്ള ഇഞ്ചിയുമാണ് പൊന്നൻ ചമ്മന്തിയുടെ മെയിൻ. സാമ്പാർ റെഡിയായ സ്ഥിതിക്ക് തക്കാളി ദോശയിലേക്കുള്ള കാൽവയ്പായാലോ? മാവ് ഒഴിച്ച് വട്ടം ചുറ്റി നെയ്യ് ഒഴിച്ചപ്പോഴാണ് മനസ്സിലായത് ത്രികോണത്തിൽ 3G ആയിരിക്കുന്നു. എന്നാ പിന്നെ ബോയിങ് സിനിമയിൽ മുകേഷ് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോ ബാക്കി അടുത്ത ആഴ്ച എന്ന് പറയും പോലെ പറഞ്ഞാലോ? വേറൊരു ഗുണം, ഇത് മുറിക്കാതെ ഇപ്പൊ തിന്നാൻ കഴിയും ഗൈസ്. രാമൻകുട്ടി തളർന്ന ചരിത്രം എവിടെങ്കിലും ഉണ്ടോ? ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് മാറ്റി. നോൺ സ്റ്റിക്കിനേക്കാളും നല്ലത് ദോശക്കല്ല് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇതിപ്പോ എന്റെ പിഴയല്ല, നോൺ സ്റ്റിക് ആണ് പിടിച്ചു പോയതെന്ന് അറിഞ്ഞാൽ ഞാൻ ധൃതംഗ ബ്ലോഗിതയായി. എന്തൊക്കെ തന്നെയാണെങ്കിലും സാധനം പൊളിയായിരുന്നു ഗൈസ്. ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ബൈ.